ഹലോ ഗായ്സ്. ഇന്ന് എണീച്ചപ്പോ കുറച്ച് ലേറ്റ് ആയി. ഇവിടെ 10 മണിയായിട്ടാ. നമുക്കിന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പൊ നമുക്ക് ഫിഷിങ് മാത്രമല്ല, നമുക്കൊരു കുക്കിങ്ങും കൂടി ആവാം അല്ലേ. അപ്പൊ നമുക്ക് പോയി പല്ലൊക്കെ തേച്ചിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പൊ വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. ഗുഡ് മോർണിംഗ്. ഞാനപ്പോ പല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നൊരു ബിരിയാണി വെക്കാം. മട്ടൻ ബിരിയാണി ആയിക്കോട്ടെ അല്ലേ. അപ്പൊ ഞാൻ കുളിക്കാൻ പോയപ്പോഴത്തേനും മട്ടൺ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ പോയേ. അപ്പൊ നമുക്ക് എന്തായാലും കുക്കിങ്ങിലേക്ക് പോവാം. കമ്മോൺ. ഞാനപ്പോ 1/2 കിലോ മട്ടൺ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗായ്സ്, നമുക്കൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് പരിപാടി തുടങ്ങാം. എന്താ പറയണേ? അപ്പൊ നമുക്ക് ആദ്യം കോഫി ഉണ്ടാക്കാം. ഞാൻ ഈ പാല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പാല് തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് കാപ്പിപ്പൊടി ഇടാം. ഞാനിവിടെ കോഫിക്ക് യൂസ് ചെയ്യുന്നത് നെസ്കഫേയുടെ 3 in 1 എന്ന് പറയുന്ന ഒരു കോഫി പൗഡറാണ്. നല്ലതാണ്, അടിപൊളിയാണ്. അങ്ങനെ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഗായ്സ്, ചിലപ്പോ ഒരു നല്ലൊരു കോഫി തന്നെ നമ്മുടെ ആ ദിവസം അങ്ങനെ തന്നെ മാറ്റിമറിക്കും. മനസ്സിലായ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫേവറേറ്റ് കോഫിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാല്ലേ. ആകെ ബിരിയാണിയിലേ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഗരം മസാല മാത്രം മട്ടൻ ബിരിയാണിയിൽ യൂസ് ചെയ്യാറുള്ളൂ. വേറെ ഒരു പൊടികളും യൂസ് ചെയ്യാറില്ല. ഗൈസ്, അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം. എന്തൊക്കെയാ വേണ്ടതെന്ന് ഉദ്ദേശിച്ചാൽ നമ്മളിപ്പോ 3 സവാള എടുത്തിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച് ഇഞ്ചി ഇടുക. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി നമുക്കൊരു പേസ്റ്റ് ആക്കി എടുക്കണം. പേസ്റ്റ് മീൻസ് അത്രക്ക് ഇതാക്കിയല്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. അതേമാതിരി തന്നെ സവാള നമുക്ക് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഗൈസ്, അപ്പൊ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച സാധനത്തിന് ആ 10 അല്ലി വെളുത്തുള്ളി, ആ 1.5 ഇഞ്ച് ഇഞ്ചിയുടെ കഷ്ണവും 5 പച്ചമുളകും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ച് വെക്കാം. അപ്പൊ ചതച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും പച്ചമുളക് കൂടുതൽ ഇടേണ്ടവർക്ക്, എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. എനിക്ക് അങ്ങനെ എരിവ് ഇഷ്ടമല്ല. നമുക്കപ്പോ ആ സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു വേറെ കാര്യം വിട്ടുപോയായിരുന്നു കേട്ടോ. തക്കാളി കൂടി വേണേ. ഒരു നല്ല വലിയ തക്കാളിയോ അല്ലെങ്കിൽ 2 കുഞ്ഞി തക്കാളി ആയാലും കുഴപ്പമില്ല. അപ്പൊ തക്കാളിയുടെ കേസ് വിട്ടുപോയി. തക്കാളി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഞാനപ്പോ ഈ തക്കാളിന്ന് ഇതും ഇതിന്റെ പകുതിയും എടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. സവാള, 3 സവാള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ തക്കാളി. ഗൈസ്, നമുക്കപ്പേ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മട്ടൺ കട്ട് ചെയ്യാം. അത്യാവശ്യം ഒരു വലിയ പീസാക്കിയാണ് എടുക്കണേ. ഓവറായിട്ട് നമ്മൾ ചെറുതാക്കുന്നില്ല. മട്ടൺ കുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേനാണ് ഗീ ഇല്ല. നമുക്ക് മേഡത്തിന്റെ കിച്ചണിൽ ഇപ്പൊ എടുക്കാം. അയ്യോ, അട്ടിക്കണ വെയിലുണ്ടല്ലോ. ഗൈസ്, ഇത് മേഡത്തിന്റെ കിച്ചണാണേ. ഇത് പുറത്തത്തെ കിച്ചണ. ഗീ ഇവിടേക്കുണ്ട്. നമ്മൾ ഓൾറെഡി എടുക്കാറില്ല. നമുക്ക് ഈ പാൻ വെച്ചിട്ട് ആ സവാള വാട്ടിയെടുക്കാം. പാൻ ചൂടാവട്ടെ. പാൻ ചൂടായുണ്ട്. നമുക്ക് അതിനകത്തേക്ക് 2 സ്പൂൺ ഗീ ഇട്ടെടുക്കാം. ഹണ്ടിങ് വിത്ത് പ്രോ ഷെഫ് പറയണ ഇടുമ്പോ മറ്റേ സൗണ്ട് കേൾക്കണം സവാള.
നമുക്ക് നല്ലപോലെ ഒന്ന് വഴട്ടി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ ഗായ്സ്. അപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം ഗായ്സ്. അപ്പം നമ്മ ആ സെയിം പാനിലേക്ക് തന്നെ ഒരു 2 സ്പൂൺ എണ്ണ ചേർക്കണ്ടേ. അല്ല, തക്കാളി നേരെ ഇതിനകത്തേക്ക് തക്കാളി ഒന്ന് വാട്ടിയിടുന്നു. ഈ ഓണിയൻ്റെ ഒരു പകുതി ഇതിനകത്ത് വെച്ചിട്ട്, പകുതിയല്ല, ഒരു 100-ലൊരു 20% വെച്ചിട്ട് ബാക്കി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന അതിൽ നിന്ന് കുറച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100-ലൊരു 20% വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്പെഷ്യൽ മസാല, ഹോം മെയ്ഡ് ഗരം മസാല, ഞാനൊരു 1/2 കിലോത്തിനൊരു 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട്. ഞാൻ മസാലയുടെയൊക്കെ ഇതൊന്ന് സെറ്റാക്കി എടുത്തിട്ട് മസാല നമുക്ക് കുക്കറിൻ്റെ ഉള്ളിലേക്ക് മാറ്റാം. നമ്മുടെ ചാനലിൽ 2ാമത്തെ വീഡിയോ ആണ്. അതായത് നമ്മൾ പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പ്രഷർ കുക്കറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത മസാല ചേർക്കാം. നമുക്ക് നമ്മുടെ മീറ്റിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തീ നേരെ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടേ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ സെറ്റ് ചെയ്ത മസാലയൊക്കെ മട്ടണിൽ എല്ലായിടത്തും സെറ്റായിട്ടേ നമുക്ക് മൂടി എടുത്തിട്ടേ മൂടാം. ആദ്യത്തെ വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമും, അത് കഴിഞ്ഞിട്ടുള്ള ഒന്നിലെ നിങ്ങൾക്ക് ടൈം വെക്കാം. മട്ടൻ വേകാനായിട്ട് ഒരു 20 to 25 മിനിറ്റ്, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആദ്യത്തെ വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേനും ഫ്ലെയിം ഒന്ന് ഒരു ലോയിലേക്കാക്കി ഇട്ടിട്ട് ഒരു 10 വിസിൽ അടിപ്പിക്കാം. അപ്പോൾ ആദ്യത്തെ വിസിൽ വന്ന് നമുക്ക് ആ ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുക്കാം. ഞാൻ ബസുമതി റൈസ് യൂസ് ചെയ്തിട്ടാണ് റൈസ് കുക്ക് ചെയ്യണേ. ഞാനപ്പോൾ ഈ കപ്പിൽ ഒരു കപ്പ് അരിയാണ്ട് എടുക്കണേ. അരി ഒന്ന് കുതിർത്താനിട കുറച്ച്, ജസ്റ്റ് ഒന്ന് കുതിർത്താനിട. റൈസ് കുക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് സ്പൈസസും കാര്യങ്ങളും നോക്കാം. റൈസ് ഇതാണ്ട് നമ്മുടെ സ്പൈസസ്, ഇത് നമുക്ക് റൈസിന് വേണ്ടിയുള്ളതാണ്. അതായത് നമ്മുടെ മട്ടൺ 10 വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പ്രഷർ ഒന്ന് സെറ്റ് ആവുന്നവരെ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് റൈസ് കുക്ക് ചെയ്യാം. റൈസ് കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. റൈസ് ഫ്ലെയിം ഓൺ ചെയ്യുക, പാത്രം വെക്കുക. മാക്സിമം ഗീ തന്നെ ചേർക്കാം. ഇതിലേക്ക് തല്ലി പൊട്ടിക്കാൻ ഇത് പോകേണ്ടത്. സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പൈസസ് ആട് മൂത്താട് വരുമ്പോഴത്തേനൊരു മണം വരും. അത് അധികം മൂക്കണമെന്നില്ല. നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടിട്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ആ റൈസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് റൈസ് വേവാനായിട്ട് ഇത്രയും വെള്ളം മതി കേട്ടോ. ഏതരിയാണെങ്കിലും റൈസ് വേവാൻ ഇത്രയും വെള്ളം മതി. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും വെള്ളം മതി എന്ന് ഉദ്ദേശിച്ച റൈസിന്റെ മുകളിൽ നിന്ന് ഇത്രയും വെള്ളം മതി. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചതിന്റെ ബാക്കി ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും റൈസിന്. പിന്നെ മറന്നു പോകരുത് ഉപ്പ് ചേർക്കുക റൈസ് കഴിക്കുമ്പോ.
കണ്ടോ തിള വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് മൂടി വെക്കാം. ഗൈസ്, അപ്പൊ നമ്മുടെ മട്ടൻ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്നു നോക്കാം. ആഹാ, കുക്കഡ് ഇൻറ്റു പെർഫെക്ഷൻ. ഗൈസ്, മട്ടനൊക്കെ നല്ല വെന്ത് നല്ല പൂ മാതിരി ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, അപ്പൊ നമ്മുടെ റൈസ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് റൈസ് ഇറക്കിയിട്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ ഉള്ളിട്ട് ദം ചെയ്തേക്കാം. റൈസ് മാക്സിമം ഉടഞ്ഞു പോകാണ്ട് എടുക്കാൻ നോക്ക. നമ്മ ഒരു ലെയർ സെറ്റ് ചെയ്തിട്ട് നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയുടെ കുറച്ച് ഇരിക്കണ്ടല്ലോ, അതെടുത്ത് ജസ്റ്റ് ഇട്ടു. പിന്നെ റൈസ് ഇടുക, ലെയർ ഇടുക, അത്രേ ഉള്ളൂ. എന്നിട്ട് നേരെ അടുപ്പത്ത് കയറ്റി ഒറ്റ വിസല് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, എടുക്കുക, കഴിക്കുക. നേരെ ഫ്ലെയിം ഓൺ ചെയ്യുക, ലോ ഫ്ലെയിമിലിടുക, ഒരു വിസിലടിപ്പിക്കുക, പരിപാടി തീർക്കുക. ഗൈസ്, ഇതാണ്ട് നമ്മുടെ റൂം. ഇവിടെ നമ്മുടെ കാർ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ഫിഷിങ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിനകത്തും കുറേയൊക്കെ ഫിഷിങ് ഐറ്റംസ് ഒക്കെ തന്നെയാണ് കിടക്കുന്നത്. നമ്മുടെ കുഞ്ഞു കിച്ചണാണേ. ബിരിയാണി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഗൈസ്, നമുക്ക് ബിരിയാണിക്ക് ഒരു നല്ല തീപ്പൊരി സലാഡ് സെറ്റ് ചെയ്തെടുത്താലോ. അതിനായിട്ട് ഒരു സവാളയും 2 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു വിസിൽ വന്ന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഒരു 10-20 മിനിറ്റ്, മാക്സിമം ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഗൈസ്, ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചു. ഗൈസ്, സലാഡിനുള്ള സാധനങ്ങൾ അരിച്ചപ്പോഴത്തേലും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. ഒരു സവാളയും 2 പച്ചമുളകും നമ്മൾ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വിനാഗിരി ഉണ്ടോ, ഞാൻ ഈ കുപ്പിക്കകത്താക്കി വെച്ചെന്നുള്ളൂ. 2 ടപ്പ് വിനാഗിരി കഴിക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് നമ്മ മാങ്കറിക്ക് ഉടക്കണാണ് ഉടച്ചതിന്റെ ആ ഉള്ളിലുള്ള വെള്ളം പുറത്തു തന്നെ. അതുവരെ ഇങ്ങനെ തിരുമ്മി 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 ഉടച്ച് കണ്ട ഗൈസ്. കുറച്ചെടുത്ത് കഴിച്ചോക്കാം. അയ്യോ, പൊളി സാധനം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, പൊളി സാധനം. നമുക്ക് ബിരിയാണിക്ക് കുറച്ച് മല്ലിയില വേണം. നമ്മ ബിരിയാണി പ്രഷർ കുക്കറിനകത്ത് സെറ്റ് ചെയ്തപ്പോ തന്നെ നമ്മ മല്ലിയില ചേർത്തില്ല, നമ്മ ഓണിയൻ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മ പ്രഷർ കുക്കറിൽ നിന്ന് മാറ്റാൻ നേരത്താണ് നമുക്ക് മല്ലിയില ചേർക്കാറുള്ളൂ. ഞാൻ ഇതിലൊന്ന് കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തൊക്കെ നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടി വെച്ച് പരിപാടി ഇറക്കാം. അതാകുമ്പോഴത്തേനും നമുക്ക് ബിരിയാണി ഇറക്കുമ്പോഴത്തേനും അതിലേക്ക് ഇട്ട് കൊടുത്തായില്ല. ഗൈസ്, അപ്പൊ നമ്മുടെ 20 മിനിറ്റ് ആയിട്ടുണ്ട് ബിരിയാണി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. കുറച്ചും കൂടി ഇത് പോവാനുണ്ട്. കളഞ്ഞിട്ട് തുറക്കാം, അല്ലെങ്കിൽ കുക്കർ പൊട്ടിത്തെറിച്ച് ചത്തോ. നമ്മുടെ ബിരിയാണി അയ്യോ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ അമ്മ നമ്മുടെ ബിരിയാണി ഇങ്ങോട്ട് മാറ്റാം. നമുക്ക് വലിയ സാധനങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ ബിരിയാണി റെഡിയായി കഴിഞ്ഞു.
ഇത് കഴിച്ചു നോക്കിയിട്ട് ബാക്കി അഭിപ്രായം പറയാം. ഗൈസ് നമ്മേ റൈസും മട്ടനും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് ഞാൻ അങ്ങനെ ആക്കിയതാ. അപ്പം ഇനി കഴിച്ചൊക്കെ നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം. ഗൈസ് അപ്പം നമുക്ക് ബിരിയാണി നമുക്ക് അവർക്ക് കൊടുക്കാനുള്ളത് നമുക്ക് കഴിക്കാനുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് കഴിക്കുന്നതിന് മുന്നേ നമുക്ക് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാം. നമ്മുടെ ബിരിയാണി ഉണ്ടല്ലേ, നമുക്ക് ആദ്യം അവർക്ക് കൊണ്ട് കൊടുത്തിട്ടില്ല, എന്താ നമുക്ക് കഴിക്കാം. നിലുവേണ്ണ അവിടെ എന്തെടുക്കാന്നോ. നിലുവേണ്ട ശാല നമ്മുടെ ഇപ്പോൾ ഓപ്പോസിറ്റ് തന്നെ, ഇപ്പുറത്ത് തന്നെ കേട്ടോ. ആളെ ചിലപ്പോൾ കിടന്ന് ഉറങ്ങായി. ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി വെച്ച് തീറ്റായിരുന്നു ഗൈസ്. ആള് നൈസായിട്ട് അവിടെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിക്കായിരുന്നു ഗൈസ്. കുഴപ്പമില്ല, ആള് കഴിച്ചോളും. നമുക്ക് കുമാറിനും കൂടി കൊണ്ട് ഫുഡ് എടുക്കാം. കുമാറിൻ്റെ അടുത്ത് ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട്. നല്ല ചൂടുണ്ട് ഗൈസ്, നല്ല ചൂടാണ്. സൂര്യൻ വെറുതെ കത്തി ജ്വലിച്ചിരിക്കണം. ബെല്ലടിക്കാം. ഇപ്പോൾ വരുമ്പോൾ നമുക്കിത് കൊടുക്കാം. നല്ല ചൂട്, നല്ല ചൂട്. കുക്കിലി മൈ സ്പെഷ്യൽ ബർത്ത്ഡേ ബിരിയാണി. ഈറ്റിംഗ് ഓക്കെ, ഈവനിങ് ടൈം. എല്ലാവരും പുറത്തു പോയേക്കാന്ന് തോന്നുന്നു. ഒറ്റ വണ്ടിയേ ഉള്ളൂ, ആരെയും കണ്ടിട്ടില്ല. എൻ്റെ പൊന്നോ ജാതി ചൂട്. ഗൈസ് അങ്ങനെ നമ്മുടെ ബിരിയാണി തീർന്നിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് കഴിക്കാനുള്ള കൂടി. നമുക്ക് സലാഡൊക്കെ എടുത്ത് ഒരു പെടപെടക്കാം. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മുടെ ബിരിയാണി കഴിച്ചോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എൻ്റെ പൊന്നട ഗൈസ്, എല്ലാവരും ബിരിയാണി ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിരത്തുക. അപ്പം വൈകുന്നേരം കാണാം. വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ നമ്മുടെ ഇവിടെ തന്നെയുള്ളൊരു മാളിലാണ്, കേരള മാൾ. അടിപൊളിയാണ് മാള് കാണാനായിട്ട്. 1 കിലോമീറ്ററോളം അങ്ങോട്ടുണ്ട് മാള്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ജായൻ്റെ മീനുകൾ കിടക്കണേ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ചൂണ്ടിടാൻ സമ്മതിക്കില്ല. ചൂണ്ടിട്ട് തന്നെ അപ്പം അവർ കൊണ്ടുപോകും. ഇത് നമ്മുടെ ബോട്ടൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മുടെ മാളിൻ്റെ ബാക്ക് സൈഡാണ്. മാളിൻ്റെ ഫ്രണ്ട് സൈഡ് ഞാൻ കാണിച്ചു തരാം. മാളിൻ്റെ ഉള്ളിൽ നല്ല തിരക്കുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ കേരള മാള് ഗൈസ്. ഞാനേ അപ്പം വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണ് മാളിലേക്ക്. നമുക്ക് ലുലുലൊന്ന് കയറാണ്ട്, കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്. സിനിമാസ് ഉണ്ട്, എക്സൈറ്റ്. ഗൈസ് ഞാൻ മൊബൈൽ എടുത്തത് ഇവിടെ നിന്നാണ് കേട്ടോ, എക്സൈറ്റിൽ നിന്നാണ്. ഇതാണ് നമ്മുടെ കേരളമാളുടെ അപ്പ് സൈഡ്. നമുക്ക് എൽ സി ബാക്കി കയറിയിട്ടേ നമുക്ക് വല്ല ഓഫർ വല്ലതും ഉണ്ടാകുന്ന നോക്കാം. എൽ സി ബാക്കിലാകുമ്പോൾ എപ്പോൾ വന്നാലും കയറാറിലാണ്. മാക്സും ഉണ്ടായി, മാക്സിനകത്ത് വലിയ കളക്ഷനൊന്നുമില്ല. അപ്പോൾ നമുക്ക് എൽ സി കയറി നോക്കാം. ഇതാണ് എൽ സിയുടെ ഷോപ്പ്. ഇതും അവരുടെ തന്നെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ട്. കൈസ് കൊള്ളാം അല്ലേ, നല്ല കളറാണ്. 3900. സി ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ടീഷർട്ടിന് നല്ല കളക്ഷനാണ്.
പ്രത്യേകിച്ച് ഓഫറൊന്നും ഇല്ല കേട്ടോ ഗൈസ്. നമ്മ ഡെയ്സോലൊന്ന് കയറിയായിരുന്നു. നമുക്ക് കുറച്ച് മിനിയേച്ചർ എടുക്കാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ ഒരുപാട് മിനിയേച്ചർ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരുപാട് കളക്ഷൻ ഉണ്ടേ. പ്രത്യേകിച്ച് ഒരിടത്തും ഒരു ഓഫറും ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ലുലുലും കൂടി കയറിയിട്ട് അങ്ങോട്ട് പോവാം. ഇതാ നമ്മുടെ ലുലു. പുറത്ത് നല്ല ചൂടും മാളിനുള്ളിൽ തണുപ്പും. ഇവിടെ മിസ്റ്റർ ബേക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഹൈപ്പർ മാർക്കറ്റുള്ള എന്തായാലും നന്നാ. നമുക്ക് ലുലുവിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സാധനം എടുക്കാണ്ട്, കുറച്ച് ഷ്രിമ്പ് മേടിക്കാനുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് ഇത് കയറാനുള്ള ലുലുവിൻ്റെ വൺ ഓഫ് ഔട്ട്ലെറ്റ് ആണ്. ഫിഷിൻ്റെ അവിടെ പോയി നോക്കാം ഷ്രിമ്പ് ഉണ്ടോന്ന്. ഓ ഭയങ്കര നല്ല തിരക്കുണ്ട്. ഫ്രൂട്ട് സെക്ഷൻ, വെജിറ്റബിള്. നമുക്ക് പപ്സ് ഉണ്ടോ നോക്കാം. പപ്സ് ഉണ്ട് ഗൈസ്. നമ്മളിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. നമുക്ക് ബില്ലിംഗ് കൗണ്ടറിൽ പോയി ബില്ലടിച്ചിട്ടിറങ്ങാം. ബില്ലിംഗ് കൗണ്ടറിൽ നല്ല തിരക്കാം. വെയിറ്റ് ചെയ്യും ഗൈസ്. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് പിന്നെയും ചൂടത്തേക്ക് ഇറങ്ങാണ്. ഞാൻ മാളുടെ ഫ്രണ്ട് സൈഡ് കാണിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ കേരമാളുടെ ഫ്രണ്ട് സൈഡ്. അമ്മ അപ്പം ലുലുന്നേ ഒരു പപ്സ് മേടിച്ചിട്ടുണ്ടേ. നമുക്ക് ആ പപ്സൊക്കെ തിന്ന് പയ്യേനി റൂമിലേക്ക് പോവാം അല്ലേ. 175 ഫിൽസായി ഇവിടുത്തെ. അപ്പം നാട്ടിലത്തെ 52 രൂപ അടുത്ത് വന്നിട്ടുണ്ട് ഒരു പപ്സിന്. അങ്ങനെ നമുക്ക് ഈ പപ്സൊക്കെ കുത്തിക്കയറ്റി തിന്നാം. എന്നിട്ട് നമുക്ക് റൂമിലേക്ക് പോവാം.